ഈ വിഷയത്തിൽ താങ്കൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ് താങ്കൾ ഈ ഒരു വിഷയമായിട്ട് എടുക്കാനുള്ള പ്രചോദനം? പണ്ട് നമ്മൾ സിനിമകളിൽ കാണുമ്പോൾ പറയുമായിരുന്നു വില്ലന്മാരോട്, നായികമാരവരെ പീഡിപ്പിക്കാനും ആക്രമിക്കാൻ വരുമ്പോൾ നിനക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ? വളരെ നമ്മുടെ സിനിമയിൽ കാണുന്ന പ്രശസ്തമായ ഡയലോഗാണ്. ഇന്നൊരു കാലത്ത് വ്യാജ പരാതികൾ കൂടുമ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് നിനക്കൊന്നും അച്ഛനും ആങ്ങളമാരും ഇല്ലേന്നാണ്. കാരണം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ജീമോൻ 160 ദിവസമാണ് അങ്ങനെ ജയിലിൽ കിടന്നത്. കേരളത്തിൽ ചിലപ്പോൾ അപൂർവമായിരിക്കും 160 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തികളുണ്ടല്ലേ? ഇത് ഇങ്ങനത്തെ പ്രശ്നം എന്ന് പറഞ്ഞാലേ ഇവർക്ക് അങ്ങനെ ഒരുപാട് ദിവസം കിടന്നവരുണ്ട്. പക്ഷെ 160 വളരെ ഹൈ ആണ്, 5 മാസത്തിൽ കൂടുതലായി. അവിടെയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷനും ശ്രീ അജിത്തിനെ പോലുള്ളവർ ഇത് റേസ് ചെയ്യുകയും ഇവർക്ക് കോൺഫിഡൻസ് കൊടുക്കുകയും ഇവർ മുഖ്യധാരയിലേക്ക് വരുമ്പോഴേ അവർക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കഴിയും. അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും വലിയ കാര്യമായിട്ട് കൊടുക്കും. കാര്യം നമുക്ക് പീഡന വാർത്ത വായിക്കാൻ വലിയ താല്പര്യമാണ്. പക്ഷേ ഇവൻ നിരപരാധിയാന്ന് പറഞ്ഞാൽ അതിന് ന്യൂസ് വാല്യൂ ഇല്ല, ആരുടെയും കുറ്റമല്ല, മീഡിയക്കാർക്കും കൊടുക്കാറൊന്നുമില്ല. അപ്പോ ഇവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, വ്യാജ പരാതികളിൽപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഏറ്റവും പ്രധാന കാര്യം നമ്മുടെ നിയമങ്ങൾ സ്ത്രീപക്ഷമാകണം. ആരും അല്ലെന്ന് പറയുന്നില്ല, പക്ഷെ പുരുഷ വിരോധമാകരുത്. വനിതാപക്ഷ നിയമങ്ങളെ പുരുഷ വിദ്വേഷത്തിനായി മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് തീവ്ര ഫെമിനിസ്റ്റുകളെന്നോ അല്ലെങ്കിൽ തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ തീവ്ര എന്തെങ്കിലും പക്ഷവാദികളെന്ന് വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഇത് ഒരുപാട് പേർക്കെതിരെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇത് സാധാരണക്കാർക്ക് നേരെ വരുമ്പോൾ കോടതി അടക്കം പലപ്പോഴും എന്താ പറയണേ, ഒരു ഈ ഫെമിനിസ്റ്റ്, സോ കോൾഡ് ഫെമിനിസ്റ്റ് വാദത്തെ അനുകൂലിക്കുകയുണ്ടായി. നമ്മുടെ സാക്ഷാൽ ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ വന്നപ്പോൾ പുള്ളി എന്നിട്ട് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല, ആകെ സമ്പാദിച്ചത് ആത്മാഭിമാനം മാത്രമാണ്. ആ ആത്മാഭിമാനം ഇല്ലാതായാൽ, കാര്യം ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഒരു ആരോപണം വന്നു, വീട്ടിൽ വെച്ച് മോശമായി പെരുമാറി, എത്രയോ 6-8 മാസം മുമ്പ്. ഇതാണ് വന്ന ആരോപണം. എങ്ങനെ തെളിയിക്കാനോ അല്ല, ഞാൻ പെട്ടിട്ടില്ല എന്ന് എങ്ങനെ തെളിയിക്കും? അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തിന് ഇത് വേറെ കേസിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് വന്നത്. അപ്പോൾ പുരുഷനെതിരെ ഇങ്ങനെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് സംഘടനകൾ വേണം, അവരെ സപ്പോർട്ട് ചെയ്യാൻ സംവിധാനങ്ങൾ വേണം. നിങ്ങളടക്കമുള്ള ന്യൂ ഏജ് മീഡിയയും മെയിൻ സ്ട്രീം മീഡിയയും എല്ലാവരും ഒരുമിച്ച് വന്ന് തന്നെ ചെയ്യണം. അത് തെറ്റാന്ന് മതി. അതിന് ഒറ്റ സജഷനേ ഉള്ളൂ. അതിജീവിതയുടെ പേര്, ഇരയുടെ പേര് നമ്മൾ എവിടെയും പറയാറില്ല. നിയമം മൂലം അത് നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ പേര് പറയാൻ പാടില്ല, മുഖം കാണിക്കാൻ പാടില്ല. അതായത് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരരുത്. അതേപോലെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ആരോപണ വിധേയനായ പുരുഷന്റെ ഐഡന്റിറ്റിയും പറയരുത്. അവനെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ. കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചാൽ തീർച്ചയായും അവനെ കൊന്നോളൂ. നിങ്ങൾ മീഡിയയിൽ ചിത്രവധം ചെയ്തോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, മീഡിയ വഴി തന്നെ കെട്ടുതൂക്കി കൊന്നോളൂ, പ്രശ്നമില്ല. പക്ഷേ കോടതി തെറ്റുകാരനാണെന്ന് പറയുന്നത് വരെ അവന്റെ പേര്, അവന്റെ ഐഡന്റിറ്റി തുടങ്ങിയ കാര്യങ്ങൾ പറയരുത്. കാര്യം അവന്റെ അച്ഛൻ, അവന്റെ അമ്മ, അവന്റെ അമ്മച്ചി, അവന്റെ ഉമ്മ, അവന്റെ ബാപ്പ, അവന്റെ മോള്, അവന്റെ മോന്, അവന്റെ സഹോദരി, ഇവർക്കെല്ലാം ജീവിതമുണ്ട്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷ കേസരിയെ തളർത്താൻ പറ്റിയ ഏറ്റവും വലിയ വിജയമാണ് പോസ്കോ. ഈസി ആയിട്ട് പറ്റും. ഈ ഒരു കാലത്ത് നമ്മുടെ നിയമങ്ങൾ സ്ത്രീപക്ഷമാകുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. 80കൾ തൊട്ടാണ് ഇത്രയും നമ്മുടെ നിയമങ്ങൾ സ്ത്രീപക്ഷമാകുന്നത്. നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ആദിവാസി പെൺകുട്ടി, ബീഹാറിലാണെന്ന് തോന്നുന്നു, റേപ്പ് ചെയ്യപ്പെട്ടത് രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്കിടയായി. അന്നാണ് നമുക്ക് എക്സ്ട്രീംലി നമ്മുടെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞത് നല്ല മനോഭാവത്തോടെയാണ്. പക്ഷെ കാലാന്തരത്തിൽ ഇത് ആൾക്കാർ ദുരുപയോഗം ചെയ്തു തുടങ്ങി. നമ്മൾ തമ്മിൽ കടത്തിന്റെ പ്രശ്നമുണ്ട്, ഓക്കെ, നിനക്കെതിരെ ആ കേസ് കൊടുത്തു. നമ്മുടെ വീട്ടുകാരുടെ പ്രശ്നമുണ്ട്, ആ കേസ്, ജീവോന്റെ കേസിൽ ജീവൻ വേറൊരു സാധനം ചെയ്തു, അവന് പണി കൊടുക്കാൻ വേണ്ടി കൊടുത്തു. ഇത് കൊടുക്കുന്ന പെൺകുട്ടി ആരാന്ന് പോലും സമൂഹം അറിയുന്നില്ല. അപ്പൊ അവളുടെ ഐഡന്റിറ്റി സേഫ് ആണ്. ഒന്നെങ്കിൽ അവളെ ബ്രൈബ് ചെയ്യാം, അവളെ ഭീഷണിപ്പെടുത്താം, അവളെ നിർബന്ധിക്കാം. അങ്ങനെ ഇപ്പം ഈ കേസിൽ തന്നെ 4 പേര് അവളെ തെറ്റിദ്ധരിപ്പിച്ചും ബ്രെയിൻ വാഷ് ചെയ്തും ഇയാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ചെയ്യിച്ചതാ. ഒന്നുമില്ല, വെറുതെ ഒരു നീളമുള്ള പരാതി കൊടുക്കുക, അവളെ കൊണ്ട് ഒപ്പിടിക്കുക, ഇയാളകത്തായി. അപ്പൊ ഇത് ആർക്ക്, അങ്ങക്കെതിരെ സംഭവിക്കാം, എനിക്കെതിരെ സംഭവിക്കാം, ക്യാമറ എടുക്കുന്ന സുഹൃത്തിനെതിരെ സംഭവിക്കാം, ശ്രീയത്തിനെതിരെ സംഭവിക്കാം, ചോദ്യത്തിനും എപ്പോഴും വലിയൊരു പ്രശ്നമാവും. അപ്പൊ ഇതൊന്നും ആലോചിക്കുക. നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ മക്കൾ ഒരു ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. എനിക്ക് പേടിയുണ്ട്, കാര്യം എനിക്ക് 2 ആൺമക്കളാ. ഇവരെ നന്നായി ഞാൻ വളർത്തും. പക്ഷെ നാളെ ആരെങ്കിലും സ്കൂളിലെ പ്രശ്നത്തിലോ കോളേജിലെ പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഓഫീസിലെ പ്രശ്നത്തിലോ അവരെതിരെ ഒരു പരാതി ഇരിക്കട്ടെ. താങ്കൾ പറയുന്നത് പോസ്കോ കേസിൽ എങ്ങനെയായാലും ഒരു മാറ്റങ്ങൾ വരണം അല്ലെ? സ്ട്രക്ചറലായ മാറ്റം. ഒറ്റ കാര്യമാണ് അതിൽ. അക്യൂസ്ഡിന്റെ പേര് കോടതി തെറ്റുകാരനാണെന്ന് വിധിക്കുന്നവരെ പറയരുത്. അത് ഫെയർ ആണല്ലോ. അതായത് ഇരയുടെ പേര് പറയുന്നില്ല, അക്യൂസ്ഡിന്റെ പേര് പറയണ്ട. ഇത് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് അവനെ ദ്രോഹിക്കണം, അല്ലെങ്കിൽ അവൻ എനിക്ക് സിനിമയിൽ റോള് തന്നില്ല, അവൻ എനിക്ക് പാടാൻ അവസരം തന്നില്ല, ഫേസ്ബുക്കിൽ പോകുന്നു, അത് ചെയ്യുന്നു, നമുക്ക് പോകും. അപ്പൊ ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല. അടുത്തിടയ്ക്ക് പ്രമുഖരായ 2 ഡയറക്ടേഴ്സ് സിനിമ രംഗത്ത് നിൽക്കുന്നവരൊക്കെ വന്നു. ഇവർ തമ്മിൽ പരസ്പര സമ്മതത്തോടുകൂടി, അത് മോശമല്ല, പക്ഷെ അഡൽട്ട് ആയവരുടെയാ ചെയ്തു. ഇയാൾക്ക് ഒരു പക്ഷെ റോൾ കൊടുക്കാത്തോണ്ടായിരിക്കാം ഇയാൾക്കെതിരെ കേസ്. മുഖം നോക്കാതെ നടപടി, അല്ലെങ്കിൽ മുഖം നോക്കാതെ പണി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മേഖലയാണ്. അതാണ് പറഞ്ഞത്, കറക്റ്റ് സാധനം. മുഖം നോക്കാതെ പണി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമായി നമ്മുടെ നിയമങ്ങൾ അധപ്പതിക്കരുത്. പകരം മുഖം നോക്കുകയും നിയമം നോക്കുകയും നീതിയും ന്യായവും
ഗുണവും നോക്കുകയും ചെയ്യുന്ന രീതിയിൽ പോയില്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാ പുരുഷന്മാരും റിസ്കിലാണ്, നമ്മുടെ വീട്ടുകാർ റിസ്കിലാണ്, നമ്മുടെ അമ്മയോ സഹോദരിയോ സ്കൂളിൽ പോകുന്ന മോനോ മോളോ ഇവരുടെ എല്ലാം ജീവിതം ബാധിക്കും. ഒരു ആലോചിച്ച് നോക്കുക, ഒരു മോള് പറയുന്നു ഇന്ന് ഞാൻ നാളെ നീ അല്ലേ, ഇന്ന് ഞാൻ നാളെ നീ എന്ന അവസ്ഥയിലേക്ക് എത്തരുത്. അതുകൊണ്ട് ഇതിനൊരു പ്രതിരോധം വേണം. എല്ലാ ജനുവിനായ പരാതി കൊടുക്കുന്ന സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് പൂർണ്ണ പിന്തുണ. എന്നാൽ ഈ പുരുഷനെതിരെ കള്ളക്കേസാണെന്ന് കാണുക. ഇത് നമുക്കെതിരെ മാത്രമല്ല, സിവിക് ചന്ദ്രൻ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചിന്തകളിലും എഴുത്തുകാരിൽ ഒരാളാണ്. സിവിക് ചന്ദ്രനെതിരെ പരാതിയോ പരാതി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കോടതി അടക്കം അത്ഭുതത്തോടെ ചോദിക്കേണ്ട ഇത് ഇങ്ങനെയാണോ. നമ്മുടെ ഒരു പ്രമുഖ MLA നേരെ ഒരു പരാതി വന്നു. അദ്ദേഹം പ്രമുഖനായ MLA ആണ്, ഞാൻ പേര് പറയുന്നില്ല. എന്നിട്ട് കോടതി പറഞ്ഞ എന്താ അറിയോ, ഇത് കേട്ടിട്ട് സിനിമാ കഥ പോലെയാണ്. അതായത് ഇയാൾക്കെതിരെ ഒരു കഥയും ഉണ്ടാക്കുകയാണ്. ഈസി അല്ലേ, അതായത് ഒരു ഭാവന സ്പെക്കുലേഷൻ മാത്രമായിരിക്കും അല്ലേ. ഇനി അത് ഞാനിപ്പോ അഡ്വക്കേറ്റ് കൂടെയാണ്, പക്ഷെ അതുകൊണ്ടാ പറയുന്നത് ഇത് ചെയ്യുന്ന അഡ്വക്കേറ്റുകളെ കേസിനൊരു ഗും കിട്ടാൻ വേണ്ടി കൂടുതൽ എഴുതി ചേർക്കും. അപ്പം എന്ത് പറയുന്നത്, കേസിനൊരു ഗ്രാവിറ്റി തോന്നും. ഇത് ശരിക്കും നടക്കുന്ന സംഭവമാണ്. അതായത് നമ്മൾ രണ്ടും കൂടി ഇരിക്കുകയാണ്, അവന് പണി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പരാതി വന്നു, സാർ അവൻ എന്നെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞ ഒരു ഗുമ്മില്ല. ഒരു കാര്യം ചെയ്യും, ഇങ്ങനെയും കൂടെ പറഞ്ഞു, അവസാനം എല്ലാം കൂടെ തെളിയിക്കുമ്പോൾ ഇത്രയെങ്കിലും ഉണ്ടാവില്ല. അതാണ് കറക്റ്റ് ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡ് ദ്രോഹമാണ്, ഒരാളുടെ ജീവിതം ഇല്ലാതാകുകയാണ്. എത്ര ദിവസം ജയിലിൽ കിടക്കുന്നു. ഒരു പക്ഷേ ജീവന് ശക്തി ഉള്ളതുകൊണ്ടും മനോധൈര്യം ഉള്ളതുകൊണ്ടും സപ്പോർട്ട് ചെയ്യാൻ AKM അജിത്ത് ഉള്ളതുകൊണ്ട് അവർ വെളിയിലോട്ട് പോകുന്നു. ഇല്ലാത്ത അനവധി ആൾക്കാരുണ്ടാവണം. ആ പ്രതികരിക്കാത്തവർ നിശബ്ദരായി ഇല്ലാതാകുക. ഞാൻ നേരത്തെ നമ്മുടെ പ്രസ് മീറ്റിലും പറഞ്ഞൊരു കാര്യമാണ്. ടെക്നോ പാർക്കിൽ എനിക്ക് അറിയാവുന്ന വ്യക്തിപരമായ ഒരു കേസ്, ഞാൻ പുള്ളിയെ വിളിക്കണം എന്ന് വിചാരിച്ചാൽ കിട്ടിയില്ല. ഇന്നലെ ടെക്നോ പാർക്കിൽ പുള്ളി ഒരു ഫാഷൻ രംഗത്ത് നിൽക്കുന്ന ആളാണ്. ഇയാൾ കുറ്റക്കാരനല്ലെന്ന് കോടതി വിളിച്ചു, നിരപരാധികൾ എല്ലാം ചെയ്തു. പക്ഷെ അയാൾക്ക് 1, 2, 3 ലക്ഷം രൂപ അയാൾ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടി അവസാനം ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്തു. ഗൂഗിളിൽ നിന്റെ പേരടിച്ച് നോക്കുമ്പോൾ കേസാണ് വരുന്നത്. ആരുടെയും കുറ്റമല്ല. അപ്പൊ അവിടെയാണ്. അപ്പം ഇവൻ എന്നിട്ട് 2-3 ചാനലിൽ പോയി പറഞ്ഞു നിരപരാധിയാന്ന വാർത്ത ഒന്ന് കൊടുക്കുമെന്ന് അവര് പറഞ്ഞു. അതെന്താണെങ്കിലും ജീവന്റെ കേസ് സോഷ്യൽ കേസായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെങ്കിൽ ചതിക്കപ്പെട്ട ആൾക്കാർ തീർച്ചയായും മുന്നോട്ട് വരും. മലയാളി വാർത്ത അടക്കം നിങ്ങളുടെ ചാനൽ അടക്കമുള്ളവർ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ വ്യാജ പരാതിയിൽ പെട്ടുപോയവരും നിങ്ങൾക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായി മുമ്പോട്ട് വരണം. നിങ്ങൾ മടിച്ചിരിക്കരുത്, നിങ്ങൾ സൗണ്ട് റേസ് ചെയ്യണം. നിങ്ങൾക്കെതിരെ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസിനെതിരെ വരെ അങ്ങനെ വ്യാജ പരാതി വന്നിട്ടുണ്ട്. നമ്മളെ പോലെ സാധാരണക്കാർക്കെതിരെയല്ല, സാക്ഷാൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, നിയമത്തിന്റെ ഏറ്റവും വലിയ ശ്രീകോവിലെ ഏറ്റവും വലിയ ചീഫ് ജസ്റ്റിസിനെതിരെ പോലും വന്നിട്ടുണ്ട്. അത് ഫൈറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിമാനം വീണ്ടെടുക്കണം. നിങ്ങളോടൊപ്പം കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് മറ്റേ വൃത്തികെട്ടവനും റേപ്പിസ്റ്റും എന്ന പേരൊന്നും വരില്ല. നിങ്ങൾ ധൈര്യപൂർവ്വം പോരാടണം. അതോടൊപ്പം ഇവിടെ പറഞ്ഞ അവസാനിക്കും, അതോടൊപ്പം ഇവിടെ എല്ലാ ജനുവിനായി ഈ പരാതി കൊടുക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് വിഷമമുണ്ട്, പക്ഷേ നിങ്ങളുടെ സഹോദരനെ ഇല്ലാതാക്കിക്കൊണ്ടാകരുത് ഒരു വ്യാജ പരാതി നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് പുരുഷ വിരോധമായ ആകാതായി മാറട്ടെ. നമ്മളൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ജയിലിൽ നിന്ന്. അത് നാളെ എനിക്കാകാം, നിങ്ങൾക്കാകാം, താങ്കൾക്കാകാം. ഇന്ന് ഞാൻ നാളെ നീ അവസ്ഥ വരാതിരിക്കട്ടെ. അതായത് ഇപ്പോൾ ജീവൻ കല്ലുകുരയ്ക്കൽ നിയമസഹായം തേടി എല്ലാത്തിൽ നിന്നും പിൻവാങ്ങി രക്ഷപ്പെട്ടു. അവസാനം വരെ താങ്കൾ കൂടെ സപ്പോർട്ട് ഉണ്ടാവും. 100%. ജീവൻ കല്ലുകുരയ്ക്കൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു കുറവാണ്. കാര്യം ചില ആൾക്കാരെ റിസൈൻ ടു ഫെയ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കാരണം കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും മുല്ലപ്പെരിയാർ വിഷയമായിട്ട് VPയിൽ ഇരുന്ന് വെള്ളത്തിന്റെ അടിയിൽ കിടന്ന് സംബന്ധിച്ച ഏക വ്യക്തി. അദ്ദേഹത്തിന് ഒരു പ്രമുഖമായ പാസ്റ്റ് പല കാര്യങ്ങളും ചെയ്തതിന്റെ ഇന്റർവെൻഷൻ, ആ ധൈര്യം ഉണ്ടാകാം. അദ്ദേഹം ഒരു മാതൃകയാകട്ടെ. ഇങ്ങനെ പെട്ടുപോയ ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോ എന്റെ ഒരു സുഹൃത്തിനെ കൂടെ കണക്ട് ചെയ്യാം, ഒരു പക്ഷേ അങ്ങേക്കും കണക്ട് ചെയ്യാം. പുള്ളിക്ക് ഒരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. അതായത് ഈ രീതിയിൽ എന്നെയൊക്കെ ഫിസിക്കൽ ട്രെയിൻ ചെയ്യാൻ വന്നിട്ടൊരു വ്യക്തിയാണ്. ഒരു ദിവസം രാവിലെ വിളിച്ചപ്പോൾ എന്ത് പറ്റി ചേട്ടാ, അവന്റെ സുഹൃത്ത് ജയിലിലാണ്. ഞാൻ എന്ത് പറ്റി, ഇങ്ങനെ ഒരു വ്യാജ പരാതി വന്നു, ഞാൻ ഇപ്പൊ ഉടനെ അങ്ങോട്ട് പോകാന്നൊക്കെ പറഞ്ഞു. ചേട്ടാ ഇങ്ങനെയാണ്, രണ്ടാഴ്ച കിടന്നു. ഇത് ആർക്കെതിരെയും പറ്റും. ഇവര് പരസ്പര സമ്മതത്തോടു കൂടി പോയതാണ്. മറ്റൊരു കേസാണ്. നിയമവ്യവസ്ഥ അങ്ങനെയാണ്. റിമാൻഡ് ചെയ്ത ശേഷം മാത്രമേ വിചാരണ പോലും ഉണ്ടാവുള്ളൂ. കേൾക്കുന്ന ജഡ്ജിമാരോടുള്ള അഭ്യർത്ഥനയാണ്. ജഡ്ജിമാര് വന്നാൽ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ അറിയാം, കുറച്ച് കിടക്കട്ടെ. ഈ ആറ്റിറ്റ്യൂഡ് 14 ദിവസം റിമാൻഡ് ആണ്. 14 ദിവസത്തെ റിമാൻഡിനൊപ്പം എന്തായാലും ഇതൊന്നും അവന്റെ ജോലി പോയി. ഉണ്ടാക്കിയെടുത്ത ക്രെഡിബിലിറ്റിയും ബ്രാൻഡും പോയി. ജീവിതകാലം മുഴുവൻ ഡിജിറ്റൽ മേഖല ചെയ്തുകൊണ്ട് പിന്നെ ഇവന് ജോലി കിട്ടില്ല. സർവേ ചെയ്യുന്നതിന് പാടാണ്. ഇവൻ എന്നും മോശക്കാരനാണ്. ഇനി കഷ്ടകാലത്തിന് രക്ഷപ്പെട്ടാലോ, നമ്മുടെ സിസ്റ്റം എല്ലാം പ്രതിയല്ലേ എന്ന് അവൻ എന്തൊക്കെ പറഞ്ഞാലും പ്രതിയല്ലേ. ആരുടെയും കുറ്റം ഈ ടെക്നോ പാർക്കിലെ ക്യാൻസൽ ചെയ്ത കമ്പനിയുടെയും കുറ്റമല്ല. അവര് പറയണം നമ്മൾ എന്തിനാ റിസ്ക് എടുക്കുന്നത്, വേറൊരാൾ വന്ന് അവിടെ പോയാൽ മതി. ഇതൊക്കെ കൊണ്ടല്ലേ സെക്ഷൽ ഹറാസ്മെന്റ് പോളിസി കമ്പനി ലയബിലിറ്റി വെച്ചിരിക്കുന്നത്. അത് വേണം. അത്തരം കാര്യങ്ങൾ, അത്തരം പോഷാക്ക് അടക്കമുള്ള പല കാര്യങ്ങളും കമ്പനീസിനുള്ളിലുണ്ട്. ദയവായി ഇത് കേൾക്കുന്നവർ ആലോചിക്കുക, ഇത് സ്ത്രീകൾക്ക് ഒരു പരിചയമായി കൊടുത്തതാണ്. വാളായിട്ട് മിസ്യൂസ് ചെയ്യരുത്. അത് എന്റെ വാക്കുകളല്ല, ഇന്ത്യയുടെ സുപ്രീം കോടതി എന്നൊരു വാക്ക് തന്നെ പറഞ്ഞു. ഞങ്ങൾ സ്ത്രീപക്ഷ നിയമങ്ങൾ സ്ത്രീകൾക്ക് പരിചകളായി കൊടുത്തതാണ്. നിങ്ങളത് വാളാക്കി യൂസ് ചെയ്ത് ബാക്കിയുള്ളവർ ദ്രോഹിക്കാം. എന്തായാലും ഒരു മാറ്റം ഉണ്ടാകട്ടെ. ഇതേപോലുള്ള നമ്മുടെ ന്യൂ ഏജ് ഡിജിറ്റൽ മീഡിയ ഇതിന്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യട്ടെ. അതിലൂടെ ഒരു പ്രതിരോധം തീർക്കാൻ ജീമോനെ പോലുള്ളവർ, ശ്രീ അജിത്തിനെ പോലുള്ളവർ, നായർ സാറിനെ പോലുള്ളവർ മുമ്പോട്ട് വന്നുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ റിസ്കിലാണെന്ന് മറക്കാതിരിക്കും.
താങ്ക് യു. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇരയായിട്ടുള്ളവർ രംഗത്ത് വരുമെന്നൊരു പ്രതീക്ഷയോടെ ഞങ്ങൾ